ഈ ഷേപ്പിലുള്ള തിമിംഗലം ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഗോസ്റ്റ് ഫിഷ്. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്, നമ്മുടെ തോട്ടിലെ പരലാണ്. ഹലോ ഗൈസ്, നമ്മൾ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഫുൾ പാക്കേജ് എടുത്തിട്ടുണ്ട്. ആ പാക്കേജിൽ നമ്മൾ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തു ഓൾറെഡി. അതിനകത്ത് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ രണ്ടാമോ നമ്മൾ വന്നിരിക്കുന്നത് മത്സ്യഫെഡിൻ്റെ പബ്ലിക് അക്വേറിയത്തിലേക്കാണ്. അപ്പോൾ ഈ അക്വേറിയം കണ്ട് അവിടെ ഏതൊക്കെ തരത്തിലുള്ള മത്സ്യങ്ങളുണ്ടെന്നൊക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാണുക. വളരെ രസകരമായിട്ടുള്ള മത്സ്യങ്ങളും അറിവുകളും അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഇതാണ് കേട്ടോ ഗൗരാമി. ഇവിടെ ഗൗരാമി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ട് സംഭവമാണ്. അതിനകത്ത് കിടക്കുന്നതാണ് ക്യാറ്റ് ഫിഷ്, സെനഗൽ. മീനെ കാണുന്നില്ല, ഇതിനകത്ത് മീനില്ലെന്ന് തോന്നുന്നു. ചെറാസ്, ടെട്രാസ്. ഈ മീനുകളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഞാൻ ഈ മീനുകളെ കുറിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ള ആളല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ തത്ത മത്സ്യത്തിനെ കാണാം. അടുത്തത് തത്ത മത്സ്യം. നമുക്ക് ഓരോ മീനെ സെപ്പറേറ്റ് കാണിക്കുക. തത്ത മത്സ്യം ആണ്ട പതുങ്ങിയിരിക്കുന്നുണ്ടോ തത്ത മത്സ്യം. മീനുകളെ ഇഷ്ടമുള്ളവരെ കാണാം. ഈ മൂലയ്ക്കുണ്ട് 2-3 കണ്ടോ. അതെ, തത്ത മത്സ്യം. നമ്മൾ ചിലതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മീനെ കാണാൻ പറ്റില്ല കേട്ടോ. മീൻ സൈഡിൽ പതുങ്ങി ഇരിപ്പുണ്ടായിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് അലിഗേറ്റർ ഗാറ. ഇത് അലിഗേറ്റർ ഗാറ വേണ്ടി ഈ സൈഡിൽ നിൽപ്പുണ്ട്. കണ്ടോ, അതിൻ്റെ തല കാണാം. നമുക്ക് തല മാത്രം കാണാം. ആ സൈഡിൽ ഇങ്ങനെ കമ്പ് പോലെ നീണ്ടു നിൽക്കുന്നത് അതിൻ്റെ തലയാണ്. പക്ഷേ ആ മീൻ മുകളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ മീനെ കാണാം. ഉണ്ടോ, ആ നീളത്തിൽ ആ കാണുന്നതാണ് ആ താഴോട്ട്. ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. വൺ ഓഫ് ദ ഡേഞ്ചറസ് മീൻ പിരാന. പിരാന. അതെ, ഇത് കണ്ടില്ലേ, പിരാന. ഇത് മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ കടിച്ചു തിന്നുകളയെന്ന് പറഞ്ഞത്. വളരെ ചെറിയ സമയം കൊണ്ട് ഷാർപ്പ് ടീത്ത് ഇൻ ബോത്ത് ജോസ് ആൻഡ് ഹൈലി പ്രിഡേറ്ററി. നമ്മൾ മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തിന്ന് തീർക്കുമെന്നാണ് പറയുന്നത് പിരാന. നമ്മുടെ എവിടെയാണ് ആമസോൺ കാടുകളിലൊക്കെ, അവിടുത്തെ വനങ്ങളിലൊക്കെ ഉള്ള ജലമേഖലയിൽ വെള്ളമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പിരാനയാണ്. പിന്നെ ഇതൊക്കെ സാധാരണ മീനുകളൊക്കെ ആയിരിക്കും. ഇത് കണ്ടില്ലേ, പങ്കേഷ്യസൊക്കെ നമ്മുടെ നാട്ടിൽ ചെറിയ മീനെ പോലൊക്കെ തന്നെ ഇരിക്കുന്നു. നമുക്ക് ഏറ്റവും അറിവ് കുറവുള്ളൊരു മേഖലയാണ് ഇങ്ങനത്തെ ഈ മീനുകളെ കുറിച്ചിട്ട്. നമ്മൾ കഴിക്കുന്ന മീനുകളെ മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ തോട്ടിലൊക്കെ കാണുന്ന തരത്തിലുള്ള പോലെ ഇരിക്കുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിനെ ഡിസ്കസ് എന്ന് പേര് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സൈഡിൽ നിൽപ്പുണ്ട്. ഒരു ഡിസ്കിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, 2 പേരല്ല, മൂന്നാമതൊരാളും കൂടെ പുറകെ നിൽപ്പുണ്ട് ഒരു മഞ്ഞ കളറിൽ. കണ്ടില്ലേ, ചേട്ടൻ കണ്ടോ? ഇപ്പുറ സൈഡിൽ വന്നിപ്പോൾ 3 പേരുണ്ട്. ഡിസ്കസ് കളേർഡ് വിഡോ ടെട്രാസ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെയാണ്. കാണാൻ ഭയങ്കര കളർഫുള്ളാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കളേർഡ് വിഡോ ടെട്രാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി, സുന്ദരമാണ്, സൂപ്പറാണ്. ഈ മീനുകളെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണണം. ഈ അക്വേറിയത്തിലേക്ക് മാത്രമായിട്ട് വേണ്ട നമുക്ക് പാസ് എടുക്കാം. 30 രൂപ പാസേ ഉള്ളൂ. നമ്മളിത് പാക്കേജിനകത്ത് എടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരു റേറ്റ് വരുന്നത്. അക്വേറിയത്തിൽ മാത്രമായിട്ട് വേണ്ട നമുക്ക് വരാം മീനുകളെ കാണാൻ വേണ്ടിയിട്ട്. ക്യാറ്റ് ഫിഷ് അതായത് ഒരു പൂച്ചയെ പോലെ തന്നെ ഇരിക്കും. പൂച്ചയുടെ അതേ ഡിസൈനാണ്. ഇത് ഇവിടെ നിൽക്കുന്നുണ്ടോ, കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ പുറത്തുള്ള സാധാരണ പൂച്ചയില്ലേ, ആ പൂച്ചയുടെ കളർ തന്നെയാണ് അതിന്. കണ്ടോ, ഒന്നും ഒരു അനക്കവും ഇല്ല. എല്ലാവരും വന്നിങ്ങനെ ഇതിനെ ശല്യം ചെയ്യുന്നതാണ്. ഓസ്കാറൊക്കെ നോർമലി അക്വേറിയത്തിലൊക്കെ ഉള്ള മീനുകളാണ്. ഓസ്കാർ ഫിഷൊക്കെ ഒത്തിരി എല്ലാവരുടെ അക്വേറിയത്തിലൊക്കെ ഉള്ളതാണ്. നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ അതിൻ്റെ അടുത്തോട്ടൊക്കെ വരുന്നുണ്ട്. ഇതാണ് കിസ്സിങ് ഗൗരാമി. നേരത്തെ ആദ്യം നമ്മളൊരു ഗൗരാമിയെ കണ്ടായിരുന്നു. ഇത് ആ ഗൗരാമിയല്ല, അവരുടെ ഒരു കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ്, പക്ഷേ ഇച്ചിരി കിസ്സിങ് കൂടുതലാണ്. ഇതാണ് ആൽബിനോ പാക്കു എന്നാണ്. ആൽബിനോ പാക്കു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ കാണാറുള്ള മീനുകളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ മത്സ്യഫെഡിനായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി കുറച്ചും കൂടെ കൂടുതലായിരിക്കുമല്ലോ. വേറെ ഗൗരാമി ഇപ്പോൾ ഏകദേശം ഒരു 3 തരത്തിലുള്ള ഗൗരാമികളെ നമ്മൾ കണ്ടു. ആദ്യം ഒരു ഗൗരാമിയെ കണ്ടു, രണ്ടാമത് കിസ്സിങ് ഗൗരാമിയെ കണ്ടു, വീണ്ടും ഒരു ഗൗരാമിയാണ്. വേണ്ടേ, ഇത് എനിക്ക് തോന്നുന്നു തീരെ ചെറുതാണ്. കുറേ ഉണ്ട്, ഒരു 3-4 എണ്ണം ഇതിനകത്ത് കിടപ്പുണ്ട്. ആ കോർണറിലൊക്കെ ഉണ്ട്. മീനുകളെ അറിയാവുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഗൗരാമിയും കിസ്സിങ് ഗൗരാമിയും സാധാ ഗൗരാമിയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു തരിക. അപ്പോൾ ഈ മീനിൻ്റെ ഇൻഫർമേഷൻ ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല ഇവിടെ, പക്ഷേ ഭയങ്കര രസമാണ് കാണാൻ. നല്ല കളർഫുള്ളാണ്. 2 കളറിലുള്ളതാണ്. എനിക്കൊന്ന് ആണും പെണ്ണും ഇനി വ്യത്യസ്ത കളറാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവരെല്ലാം കൂടെ നമ്മളെ കണ്ടോണ്ട് പമ്മി ആ കല്ലിൻ്റെ പുറകെ കയറി പാത്തിരിക്കുവാണ്. ഇറങ്ങി വരുന്നുണ്ട്. ഇവരുടെ ആ നാച്ചുറൽ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ അക്വേറിയത്തിനകത്ത്. ടിൻ ഫോയിൽ ബാർബ്സ് ഇതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്.
ടിൻ ഫോയിൽ ബാർബ്സ് ആണ്. ഓടി ഓടി വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്പീഡായിട്ടുള്ള ടീംസാണ് കേട്ടോ. നമ്മൾ കൈയൊക്കെ അനക്കുമ്പോൾ അതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. ഭയങ്കര സ്പീഡ് ടീംസാണ് കേട്ടോ. നമ്മുടെ പരലൊക്കെ ഓടി നടക്കുന്നതാണ്. ഇത് ഓടി അടിപൊളി. ഇത് സാധാരണ നമ്മുടെ അക്വേറിയത്തിലൊക്കെ കാണുന്ന ഫിഷാണ്. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ തന്നെ പറ ഇതേത് ഫിഷാണ്. വളരെ ചെറിയ ഫിഷാണ്, എല്ലാ അക്വേറിയത്തിലും കാണുന്ന സാധനമാണ്. കണ്ടില്ലേ, ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ പേര് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ തോട്ടിലെ പരലാണ്. നമ്മൾ പിടിച്ച് വല വീശിയും ചൂണ്ടയിട്ടും വറുത്ത് തിന്നുന്ന സാധനമാണിത്. അല്ലേ, അത് തന്നെയല്ലേ, പരല് തന്നെയല്ലേ? ഉണ്ടപ്പരലോ, പല പേരാണ് പല നാട്ടിൽ. ഇന്ന് തുപ്പലൂത്തി എന്ന് പറയാറുണ്ട്, പരലെന്ന് പറയാറുണ്ട്, കുറുവാന്ന് പറയാറുണ്ട്. എനിക്ക് കണ്ടിട്ട് അതാണെന്നാണ് തോന്നുന്നത്. നമ്മൾ കുറേ കണ്ടിട്ടും പിടിച്ചിട്ടും ഉള്ളതാണ് ഈ സംഭവത്തിന്. അടുത്തത് നമ്മൾ ഓസ്കാറിലേക്ക് പോവാണ്. ഓസ്കാറിന് 20 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മത്സ്യമാണ് ഓസ്കാർ എന്ന് പറയുന്നത്. പിന്നെ കുറേ പ്രത്യേകതകളുണ്ട്. സൗത്ത് അമേരിക്കയിൽ നിന്ന് ബിലോങ് ചെയ്യുന്ന ഒരു സ്പീഷ്യസാണ് ഓസ്കാർ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷാണ്. ഒരെണ്ണമാണ് ഇതിനകത്ത് കിടപ്പുള്ളൂ. ഓസ്കാർ ഫിഷ്, നല്ല ഗ്ലാമറുള്ളൊരു ഓസ്കാർ ഫിഷ് അല്ലേ. വേറെ ഒരെണ്ണം ആ മൂലയ്ക്ക് കിടപ്പുണ്ടല്ലേ, ആ കോർണറിൽ. അതന്നെ ഇങ്ങനെ അനക്കമില്ലാതെ കിടക്കുന്നത്. അതിനെ തന്നെ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്താണ് ടൈഗർ തിലാപ്പിയ. നമ്മൾ തിലാപ്പിയൊക്കെ നമ്മുടെ എല്ലാ കുളത്തിലും തോട്ടിലും കിട്ടുന്നതാണ്. പക്ഷേ ഇത് ആ തിലാപ്പിയ അല്ല, ടൈഗർ തിലാപ്പിയ. കളറിൽ എന്തായാലും വ്യത്യസ്തമാണ്. തിലാപ്പിയയും കരിമീനും ഷേപ്പിൽ കുറച്ച് സമാനതകളുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു മീനാണല്ലോ കരിമീൻ. അപ്പോൾ ഇതാണ് ടൈഗർ തിലാപ്പിയ. കളർഫുള്ളാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് വന്നിരിക്കുന്നത്. ഒരു ഫുട്ബോൾ ടീമിൻ്റെ ജേഴ്സി പോലെ ഉണ്ട് കണ്ടിട്ട്, അടിപൊളിയായിട്ടുണ്ട്. അതാണ് തിലാപ്പിയ, ടൈഗർ തിലാപ്പിയ. ഞാനപ്പോൾ ഇവിടോട്ട് നടന്നു വന്നപ്പോൾ പുതിയൊരു റൂമിലോട്ട് വന്നിരിക്കുകയാണ്. അക്വേറിയത്തിൻ്റെ 2 ദ്വാരപാലകരെ ഇവിടെ കാവലേൽപ്പിച്ചിരിക്കുകയാണ്. അന്നപ്പോൾ ഗൗരാമി തന്നെയാണ്, പക്ഷേ സാധാരണ ഗൗരാമി അല്ല, ജൈന്റ് ഗൗരാമിയാണ്. നോക്കിക്കോളുക, ചെറിയ ഗൗരാമി, 2 സൈഡിലും ഗൗരാമി തന്നെയാണ്. ജൈന്റ് ഗൗരാമിയാണ്, വലിയ വലിപ്പമുള്ള ഗൗരാമിയാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് ഈ കൈ വെച്ച് നോക്കിയാൽ കണ്ടില്ലേ, ഒരു 40 സെൻറ്റിമീറ്ററോളം വലിപ്പമുണ്ട് ആ ഗൗരാമിക്ക്. ഈ ഗൗരാമയും കൊണ്ട് തീർന്നില്ല, അപ്പുറത്ത് അതിനേക്കാൾ വലിയൊരു ഗൗരാമി ഇപ്പുറത്തെ സൈഡിലുണ്ട്. നല്ല അസാധ്യ ഒരു ഗൗരാമി. അവൻ്റെ വാലിൻ്റെ നീളം തന്നെ നല്ല മസിലുള്ള ഒരു ഗൗരാമിയാണ് നമ്മളീ കണ്ടിരിക്കുന്നത്. അവൻ ക്യാമറയ്ക്ക് പോസ് ചെയ്ത് തരുവാണ്. അടിപൊളി, സൂപ്പർ. 2ന് 2 കളറാണ്, 2 ഡിസൈനാണ്. നമ്മൾ മാലാക മത്സ്യത്തെ കാണാൻ പോകണം. ഏഞ്ചൽ ഫിഷാണ്. കറുത്ത മാലാകയും വെളുത്ത മാലാകയും എല്ലാം ഉണ്ട്. മാലാകമാരെല്ലാം കൂടെ പറന്ന് നടക്കുവാണ് ഇതിൽ. എന്തായാലും നമ്മൾ ഇവിടുത്തെ അക്വേറിയത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരു റൂം കഴിയുമ്പോഴാണ് നമ്മൾ തീർന്നെന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് പിന്നെ ഒരു ഇടവഴി അടുത്ത റൂമിലോട്ട്. ഇപ്പോൾ മാലാക മത്സ്യവും കഴിഞ്ഞ് നമ്മൾ അടുത്ത റൂമിലേക്ക് കയറുവാണ്. അടുത്ത റൂമിൽ ഇവിടെ ഫിഷുണ്ട്, പക്ഷേ അതിൻ്റെ പേര് പറിച്ച് കളഞ്ഞിരിക്കുകയാണ് കേട്ടോ. എനിക്കതുകൊണ്ട് അറിയത്തില്ല. ഈ ഫിഷ് ഏതാണെന്ന് അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ അടുത്ത് കാണാൻ പോകുന്നൊരു പ്രശ്നക്കാരനെയാണ്, പക്ഷേ ആൾ പാത്തിരിക്കുവാണ്. ആൾ പുറത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഗോസ്റ്റ് ഫിഷാണ്, ഭൂത മത്സ്യമാണ്, ഭൂതമാണ്. അതുകൊണ്ട് ആ മൂലയ്ക്കുണ്ട് ആള്. ആളെ നമ്മൾ പുറത്തിറക്കി. അടിപൊളിയാണല്ലോ കേട്ടോ. അവിടെ പോയി പാത്തിരുന്നു കേട്ടോ. ഇങ്ങനെ പോകുന്ന കണ്ട് കാണും ഒരു പ്രാവശ്യം അല്ലേ. നമ്മുടെ അക്വേറിയം തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും തുടങ്ങുവാണ്. ഇത് അടുത്തത് വന്നു. ഈ ഫിഷിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ ഫിഷിൻ്റെ കാര്യത്തിൽ വളരെ പൂവർ നോളജ് മാത്രമുള്ള, സാധാരണ കുട്ടനാട്ടിൽ കാണുന്ന വരാലിനെയും കാരിയെയും പള്ളത്തിയും പരലിനെയൊക്കെ മാത്രം അറിയുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ അത് തന്നെ കഴിക്കാൻ പറ്റുന്ന ഫിഷിനെ മാത്രം അറിയത്തുള്ളൂ. ഇത് ഏത് ഫിഷാണെന്നറിയാമോ? നമുക്ക് കണ്ടിട്ട് നമ്മുടെ മഞ്ഞക്കൂരിയുടെ കളർ വ്യത്യാസം വന്ന ഒരു ഫിഷിനെ പോലെ ഉണ്ട് ഇത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഫിഷിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ഒരിക്കലും നേരെ സ്വിം ചെയ്യുന്നില്ല, എപ്പോഴും മലന്ന് കിടന്നുണ്ട്. കണ്ടോ. നമ്മുടെ അലിഗേറ്റർ ഗാറ് പുറത്തിറങ്ങി വന്നിട്ടുണ്ട് മരത്തടിക്കിടയിൽ നിന്ന്. നമ്മൾ മുമ്പേ വന്നപ്പോൾ അവനെ കാണാൻ പറ്റില്ല. ഇവനാണ് ഐറ്റം. ഈ ഷേപ്പിലുള്ള തിമിംഗലവും ഉണ്ട്. ഇങ്ങനെ തന്നെ ഇരിക്കുന്നു, മുതലയുടെ തല പോലെ ഇരിക്കുന്നു. വാ ഒന്ന് തുറപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ തെന്മല എക്കോ ടൂറിസം പ്രോജക്റ്റിൽ നമ്മൾ ഒരു ഫുൾ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അക്വേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫിഷും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. എനിക്ക് ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ടൊന്നും ഒത്തിരി നോളജൊന്നും ഇല്ല, പക്ഷേ ഇപ്പോൾ കുറേ കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഭയങ്കര അറിവാണ്. ഫിഷുകളെക്കുറിച്ചും അതിനെ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ. ഇതിന് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്ന രീതിയിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ തീരുന്നില്ല, നമ്മുടെ പാക്കേജ് ഇനിയും നീണ്ടു നിവർന്ന് കിടക്കുവാണ്. നമ്മുടെ ഈ പാക്കേജിനകത്ത് ഇനിയും ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി സംഭവങ്ങൾ വരാനായിട്ടുണ്ട്. ബട്ടർഫ്ലൈ പാർക്ക് വരാനുണ്ട്, ബോട്ടിങ് വരാനുണ്ട്, അതുപോലെ തന്നെ ലെഷർ പാർക്ക് വരാനുണ്ട്. അങ്ങനെ ഭയങ്കര സംഭവങ്ങളുണ്ട്. മാൻ പാർക്കുണ്ട്, ഡിയർ പാർക്കുണ്ട്, അങ്ങനെ ഇതെല്ലാം വരാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്